നെന്മാറ കൊലപാതകത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട സുധാകരന്റെ മക്കൾ 2019 കൊലപാതകത്തിൽ വിചാരണ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പോലീസിനെ സഹായിച്ച നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പെൺകുട്ടികൾ ജനം ടിവിയോട് പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നെന്മാറ കൊലപാതക കേസിൽ ഇന്നലെ പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വലിയ നാടകീയമായ രംഗങ്ങളായിരുന്നു കോടതിയിലുണ്ടായത്. ചെന്താമര തന്നെ 100 വർഷം ശിക്ഷിക്കൂ എന്ന തരത്തിലൊക്കെ ജഡ്ജിയോട് മജിസ്ട്രേറ്റിനോട് പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ അതിൽ കുറച്ചുകൂടെ വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം കുടുംബത്തിനുണ്ട്. എന്താണ് മകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുള്ളത്? കൂടുതൽ ദിവസം നീട്ടിക്കൊണ്ടുപോകാണ്ട് പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. പെട്ടെന്ന് വിധി വരിക. സ്പെഷ്യൽ പ്രോസിക്യൂഷനൊക്കെ നിയമിച്ചിട്ട് അമ്മ മരിച്ചതിന് ശേഷം ഇനി അതിൻ്റെ വിധി വന്നിട്ടില്ല. അപ്പോൾ ഇനിയും നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വിധി വരുത്തുക. അതാണ് പറയാനുള്ളത്. തൂക്കിക്കൊല്ലാൻ പറ്റണത്ര അയാൾ നോക്കും. 2019 നടന്നിട്ട് ഇപ്പോഴും അതിൻ്റെ വിചാരണ പോലും ആയിട്ടില്ല. നേരത്തെ കേസ് ഒന്നും അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴേക്കും വേറെ 2 പേര് മരിച്ചില്ല, അച്ഛനും അച്ഛമ്മയും. ഇനി അയാൾ ഇങ്ങനെ ഓരോരുത്തരിനും കൊല്ലണതിന് മുമ്പ് പെട്ടെന്ന് ഒരു നിയമ നടപടി എടുത്ത് അയാളെ തൂക്കിക്കൊല്ല തന്നെ വേണം. പെട്ടെന്നൊരു ശിക്ഷ കൊടുക്കുക, അതാണ് ഏറ്റവും മെയിൻ. പെട്ടെന്ന് നീട്ടി കൊണ്ടുപോകാൻ വയ്യ, വേണ്ട. അത് പെട്ടെന്ന് ഒരു കോടതിയിൽ പറഞ്ഞതൊക്കെ എങ്ങനെയാണ്? കോടതിയിൽ തന്നെ 100 വർഷം ശിക്ഷിക്കൂ. അയാൾ പലതും പറയും, കള്ളാണ്. അങ്ങനെയാണെങ്കിൽ വിഷക്കുപ്പിൻ്റെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒരു അംശവും കൂടി അയാളുടെ ശരീരത്തില്ലല്ലോ. അയാൾ പലതും പറയും. ഫസ്റ്റ് പറഞ്ഞ മകളിനെയും അവനെയൊക്കെ കൊല്ലണം പറഞ്ഞു. ഇപ്പം അവൻ്റെ മുഖത്തെ നോക്കാൻ വയ്യ, എന്നെ 100 വർഷം ശിക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ അയാൾ പലതും പറയും. അതൊന്നും ഇനിയൊന്നും വിശ്വസിക്കരുത് ആരും. ഇയാളെ പോലീസ് പിടിച്ച സമയത്ത് നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വലിയ ജനരോഷമായിരുന്നു. ആളുകൾ പ്രതിഷേധിക്കുകയും മതിൽ തകരുകയും ഗേറ്റ് തകരുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർക്കെതിരെ PDPP ആക്ട് പ്രകാരം കേസ് എടുക്കുന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അതെങ്ങനെയാണ്? അവരും പോലീസിൻ്റെ കൂടെ നിന്ന് സഹായിച്ചല്ലേ. എന്നിട്ട് ലാസ്റ്റ് അവർക്ക് തന്നെ ഇങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നിന്ന് സഹായിക്കുമോ? അവരുടെ മേലെ ഒന്നും കേസൊന്നും വേണ്ട. അവരുള്ളത് കൊണ്ടല്ലേ അവർക്ക് പോലീസുകാർക്ക് ഇത്രയും ഹെൽപ്ഫുള്ളായിട്ട് രാത്രി പകലൊന്നുമില്ലാണ്ട് അവരും കൂടെ നിന്നല്ലേ ഈ നാട്ടുകാരും എല്ലാവരും. എന്നിട്ട് പ്രതിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് പ്രതിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇവർ അതിൽ പെപ്പർ സ്പ്രേ ലാത്തി എല്ലാം അടിച്ചിട്ടും ഇവർ സഹായിക്കുന്നവർക്ക് ഇങ്ങനെ കൊല്ലും, ശിക്ഷിക്കാൻ കൊല്ലണവരിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മേലെ ഒന്നും കേസൊന്നും എടുക്കല്ലേ. അവരുള്ളത് കൊണ്ടല്ലേ ഇത്രയും പെട്ടെന്നെങ്കിലും പിടിക്കാൻ പോലീസ് നാട്ടുകാരും ചേർന്നുകൊണ്ടല്ലേ പെട്ടെന്ന് പിടിക്കാനും എല്ലാത്തിനും ഇതാക്കിയത്. ഇന്ന് രാത്രിയൊക്കെ അവരും കാടും മലയും കയറി പോലീസിനും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ. പ്രതിനെ കിട്ടിയപ്പോൾ നാട്ടുകാരനെ വേണ്ടെന്നോ? അതുതന്നെയാണ്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂഷനെ വേണമെന്നുള്ളതാണ് സുധാകരൻ്റെ മക്കൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ PDPP ആക്ട് പ്രകാരം നാട്ടുകാർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം അത് ഉപേക്ഷിക്കണം. ഇത്തരത്തിൽ പോലീസിനെ ഉൾപ്പെടെ സഹായിച്ചവരാണ് നാട്ടുകാർ. മാത്രമല്ല സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ വീഴ്ചയും അതിൽ ഈ പ്രതി ചെയ്ത ക്രിമിനൽ കുറ്റവും അതിലുള്ള രോഷമാണ് അവർ പ്രകടിപ്പിച്ചത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു രോഷമാണ്. അതിനെതിരെയൊന്നും കേസെടുക്കരുത് എന്നുള്ളതാണ് സുധാകരൻ്റെ മക്കൾ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.